ന്യൂക്ലിയർ എനർജി, കോൾ, പെട്രോളിയം എന്നിങ്ങനെയുള്ള കൺവെൻഷണൽ എനർജി സോഴ്സസിൽ എനർജി റിലീസ് ചെയ്യുന്നത് കെമിക്കൽ റിയാക്ഷൻസ് മൂലമാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് യുറേനിയം, for 1 kilogram of uranium which undergoes fission will generate on fission 10 raised to 14 joule of energy. ഫിഷൻ മൂലം യുറേനിയത്തിൽ 10 raised to 14 joules of energy റിലീസ് ചെയ്യപ്പെടുന്നു. ബട്ട് ഇൻ ദ കേസ് ഓഫ് കോൾ ഓൺലി 10 raised to 7 joules of energy is released for 1 kilogram of coal. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു, യുറേനിയത്തിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഫിഷൻ മൂലം ഇനോമസ് എമൗണ്ട് ഓഫ് എനർജിയാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. അതാണ് ന്യൂക്ലിയർ എനർജിയുടെ ഒരു സിഗ്നിഫിക്കൻസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഡിസ്കസ് അബൌട്ട് ന്യൂക്ലിയർ ഫിഷൻ. എൻറിക്കോ ഫെർമി ഫൗണ്ട് ദാറ്റ് when neutrons bombard various elements, new radioactive elements are produced. ന്യൂട്രോൺസ് ചില എലിമെൻറ്റ്സ് ആയിട്ട് ബോംബാർഡ് ചെയ്യപ്പെടുമ്പോൾ പുതിയ റേഡിയോ ആക്റ്റീവ് എലിമെൻറ്റ്സ് ഉണ്ടാകുന്നു. എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. യുറേനിയം 235 ന്യൂട്രോണും തമ്മിലുള്ള ബോംബാർഡിംഗ് ആണ് നമ്മളിവിടെ കാണുന്നത്. 3 types of examples are given. ഫസ്റ്റ് കേസിൽ നമുക്ക് പ്രോഡക്ട്സായി ലഭിക്കുന്നത് ബേരിയവും ക്രിപ്റ്റോണുമാണ്. സെക്കൻഡ് കേസിൽ നമുക്ക് ലഭിക്കുന്നത് ആൻറ്റിമണി ആൻഡ് നിയോബിയാണ്. ആൻഡ് തേർഡ് കേസിൽ സെനോൺ ആൻഡ് സിർക്കോണിയം. ഓരോ കേസിലും വി ക്യാൻ സീ ദാറ്റ് ദ ഫ്രാഗ്മെൻറ്റ് ന്യൂക്ലിയൈ പ്രൊഡ്യൂസ്ഡ് ഇൻ ഫിഷൻ ആർ ഹൈലി ന്യൂട്രോൺ റിച്ച് ആൻഡ് അൺസ്റ്റേബിൾ. ദേ ആർ റേഡിയോ ആക്റ്റീവ് ആൻഡ് എമിറ്റ് beta particles in succession until each reaches a stable end product. ഒരു സ്റ്റേബിൾ എൻഡ് പ്രൊഡക്റ്റ് എത്തുന്നത് വരെ ബീറ്റ പാർട്ടിക്കിൾസും എമിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ എനർജി റിലീസ്ഡ്, ക്യൂ വാല്യൂ എന്നാണ് നമ്മൾ പറയുന്നത്, ഇൻ ദ ഫിഷൻ റിയാക്ഷൻ ഓഫ് ന്യൂക്ലിയൈ ലൈക്ക് യുറേനിയം ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് 200 MeV പെർ ഫിഷൻ. ഇപ്പോൾ 200 MeVയുടെ മെഗാ ഇലക്ട്രോൺ വോൾട്ടിൻ്റെ ഓർഡറിലാണ് എനർജി റിലീസ് ചെയ്യപ്പെടുന്നത്. അതാണ് ന്യൂക്ലിയർ ഫിഷൻ്റെ ഒരു പ്രത്യേകത. ന്യൂട്രോൺസ് വന്ന് ബോംബാർഡ് ചെയ്യപ്പെടുമ്പോൾ റേഡിയോ ആക്റ്റീവ് എലിമെൻറ്റ്സ് ഉണ്ടാകുന്നു. അതിനോടനുബന്ധിച്ച് 200 MeVയുടെ ഓർഡറിലുള്ള ഹൈ എനർജിയും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ദ ഡിസിൻറ്റിഗ്രേഷൻ എനർജി ഇൻ ഫിഷൻ ഇവൻറ്റ്സ് first appears as the kinetic energy of the fragments and neutrons. ആ ഫ്രാഗ്മെൻസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും കൈനറ്റിക് എനർജി ആയിട്ടാണ് ആദ്യമായിട്ട് ഇത് അപ്പിയർ ചെയ്യപ്പെടുന്നത്. ദെൻ ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ സറൗണ്ടിങ് മാറ്റർ അപ്പിയറിങ് ആസ് ഹീറ്റ്. ആഫ്റ്റർ ദാറ്റ് ഇത് ആ സറൗണ്ടിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അവിടെ മുഴുവനും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. The source of energy in nuclear reactors which produce electricity is nuclear fission. ന്യൂക്ലിയർ ഫിഷൻ ഉണ്ടാകുന്നത്, നമ്മൾ ഇലക്ട്രിസിറ്റിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ന്യൂക്ലിയർ ഫിഷൻ മൂലം ഇത്തരം എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. The enormous energy released in an atom bomb comes from അൺകൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ. അൺകൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ ആകുമ്പോഴാണ് ആറ്റം ബോംബായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. കൺട്രോൾഡ് ഫിഷനാണ് നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറിൽ കാണുന്നത്. അത് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനോ അതുപോലെ യൂസ്ഫുള്ളായിട്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അൺകൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ ആറ്റം ബോംബിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. Now we have to discuss nuclear reactor. Neutrons liberated in fission of a uranium nucleus were
so energetic that they would escape instead of triggering another fission reaction. യുറേനിയം ന്യൂക്ലിയസിൽ നിന്ന് ഫിഷൻ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ന്യൂട്രോൺസ് ഹൈലി എനർജറ്റിക് ആയിരിക്കും, പക്ഷേ അവർ വേറൊരു ആക്ഷനും ഇല്ലാതെ പുറത്തേക്ക് വരുന്നു എന്നാണ് കാണപ്പെടുന്നത്. സ്ലോ ന്യൂട്രോൺസ് ഹാവ് എ മച്ച് ഹയർ ഇൻട്രിൻസിക് പ്രോബബിലിറ്റി ഓഫ് ഇൻഡ്യൂസിങ് ഫിഷൻ ഇൻ uranium-235 ദാൻ ഫാസ്റ്റ് ന്യൂട്രോൺസ്. ഫാസ്റ്റ് ന്യൂട്രോൺസിനേക്കാളും ഫിഷൻ ഇൻഡ്യൂസ് ചെയ്യാൻ ഏറ്റവും കേപ്പബിലിറ്റി ഉള്ളത് സ്ലോ ന്യൂട്രോൺസിനാണ്. ദി ആവറേജ് എനർജി ഓഫ് എ ന്യൂട്രോൺ പ്രൊഡ്യൂസ്ഡ് ഇൻ ഫിഷൻ ഓഫ് uranium-235 ഈസ് 2 MeV. ഫിഷൻ പ്രൊഡ്യൂസ് ചെയ്യാനായി ഒരു uranium-235 ഫിഷൻ പ്രൊഡ്യൂസ് ചെയ്യാനായി ഒരു ന്യൂട്രോണിനുള്ള ഒരു ആവറേജ് എനർജി എന്ന് പറയുന്നത് 2 MeV ആണ്. In the case of reactors, light nuclei called moderators are provided along with the fissionable nuclei for slowing down fast neutrons. റിയാക്ടേഴ്സിൽ ഫാസ്റ്റ് ന്യൂട്രോൺസിനെ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് മോഡറേറ്റേഴ്സ് ഉപയോഗിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടു സ്ലോ ന്യൂട്രോൺസാണ് കൂടുതലായി ഫിഷൻ ഇൻഡ്യൂസ് ചെയ്യാൻ കേപ്പബിളായിട്ടുള്ളത്. അതുകൊണ്ട് ഫാസ്റ്റ് ന്യൂട്രോൺസിനെ സ്ലോ ഡൗൺ ചെയ്യാനായി ഉപയോഗിക്കുന്ന ലൈറ്റ് ന്യൂക്ലിയയ്ക്ക് പറയുന്ന പേരാണ് മോഡറേറ്റേഴ്സ്. മോഡറേറ്റേഴ്സിന് എക്സാമ്പിളാണ് വാട്ടർ, ഹെവി വാട്ടർ ആൻഡ് ഗ്രാഫൈറ്റ്. ദ അപ്സര റിയാക്ടർ അറ്റ് ഭാഭ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ, മുംബൈ യൂസസ് വാട്ടർ ആസ് മോഡറേറ്റർ. നമ്മുടെ ബാർക്കിലുള്ള അപ്സര റിയാക്ടറിൽ വാട്ടറാണ് മോഡറേറ്ററായിട്ട് ഉപയോഗിക്കുന്നത്. ചില ഇന്ത്യൻ റിയാക്ടേഴ്സിൽ ഹെവി വാട്ടർ മോഡറേറ്ററായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ വാട്ട് ഈസ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഫിഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ എ ഗിവൺ ജനറേഷൻ ഓഫ് ന്യൂട്രോൺസ് ടു ദ നമ്പർ ഓഫ് ഫിഷൻ ഓഫ് ദ പ്രിസീഡിംഗ് ജനറേഷൻ. Number of fission produced by given generation of neutrons to the number of fission of the preceding generation. That means it is a ratio. ഇപ്പോൾ ഉണ്ടായ ഫിഷൻ, ന്യൂട്രോൺസ് മൂലം ഇപ്പോൾ ഉണ്ടായ ഫിഷൻ ടു ദ പ്രിസീഡിങ് ഫിഷൻ, അതായത് മുമ്പുണ്ടായ ഫിഷൻ, ഇപ്പോൾ ഉള്ള ഫിഷനും മുമ്പുണ്ടായ ഫിഷനും കൂടെയുള്ള ഒരു റേഷ്യോ. It is a measure of the growth rate of the neutrons in the reactor. അപ്പോൾ ന്യൂട്രോൺസ് വെച്ചാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. സോ ഇത് ന്യൂട്രോൺസിൻ്റെ ഗ്രോത്ത് റേറ്റ് കണ്ടുപിടിക്കാനുള്ളൊരു മെഷറാണ്. ഫോർ k is equal to 1, ഓപ്പറേഷൻ ഓഫ് ദ റിയാക്ടർ ഈസ് സെറ്റ് ടു ബി ക്രിട്ടിക്കൽ. മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 1 ആണെങ്കിൽ ആ റിയാക്ടറിൻ്റെ കണ്ടീഷൻ ക്രിട്ടിക്കലാണെന്ന് പറയും. If k becomes greater than 1, the reaction rate and the reactor power increases exponentially. Unless the factor k is brought down very close to unity, the reactor will become supercritical and can even explode. അതാണ് ഒരു സൂപ്പർ ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു കേസ്. The explosion of Chernobyl reactor in Ukraine in 1986 is a sad reminder that accidents in a nuclear reactor can be catastrophic. ചെർണോബിൽ ദുരന്തം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വരുന്ന വീഴ്ചകൾ തന്നെയാണ്. The reaction rate is controlled through control rods made of neutron absorbing മെറ്റീരിയൽ സച്ച് ആസ് കാഡ്മിയം. കാഡ്മിയം ഉപയോഗിച്ചുള്ള കൺട്രോൾ റോഡ്സാണ് റിയാക്ഷൻ റേറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനും പുറമെ റിയാക്ടേഴ്സിൽ സേഫ്റ്റി റോഡ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കെയുടെ വാല്യൂ റെഡ്യൂസ് ചെയ്യാനും ഒന്നിനേക്കാളും ലെസ്സായിട്ട് കീപ്പ് ചെയ്യാനുമായി ഉപയോഗിക്കുന്നതാണ് സേഫ്റ്റി റോഡ്സ്. uranium-238 ഐസോട്ടോപ്പിന് ഫിഷൻ സംഭവിച്ചിട്ട് പ്ലൂട്ടോണിയം ആയി മാറുന്ന ഒരു എക്സാമ്പിൾ ഈസ് ഗിവൺ ബിലോ. പ്ലൂട്ടോണിയം ഈസ് ഹൈലി റേഡിയോ ആക്റ്റീവ് ആൻഡ് ക്യാൻ ഓൾസോ അണ്ടർഗോ ഫിഷൻ അണ്ടർ ബോംബാർഡ്മെൻറ്റ് ബൈ സ്ലോ ന്യൂട്രോൺസ്.
ഒരു പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടറിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മോഡറേറ്ററായും ഹീറ്റ് ട്രാൻസ്ഫർ മീഡിയമായും ഉപയോഗിച്ചിരിക്കുന്നത് വാട്ടർ തന്നെയാണ്. In the primary loop, water is circulated through reactor vessel and transfers energy at high temperature and pressure to the steam generator, which is part of the secondary loop. In the steam generator, evaporation provides high pressure steam to operate the turbine that drives the electric generator. Low pressure steam from the turbine is cooled and condensed to water and forced back to the steam generator. A kilogram of uranium-235 on complete fission generates about 3 into 10 raised to 4 megawatt. In nuclear reactions, highly radioactive elements are continuously produced. So, an unavoidable feature of nuclear operation is the accumulation of radioactive waste, including both fission products and heavy transuranic elements such as plutonium and americium. തന്നെയാണ് നമ്മൾ ട്രാൻസ്യുറാനിക് എലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. അത് റേഡിയോ ആക്റ്റീവ് വേസ്റ്റിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഹൈ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. എനർജി ക്യാൻ ബി റിലീസ്ഡ് ഇഫ് ടു ലൈറ്റ് ന്യൂക്ലിയൈ കമ്പൈൻ ടു ഫോം എ സിംഗിൾ ലാർജർ ന്യൂക്ലിയസ്. ദെൻ ദ പ്രോസസ് ഈസ് കോൾഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ. രണ്ട് ലൈറ്റ് ന്യൂക്ലിയൈ ഫ്യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ലാർജർ ന്യൂക്ലിയസ് നമുക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ എനർജി റിലീസ് ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. രണ്ട് ഹൈഡ്രജൻ ന്യൂക്ലിയൈ ഫ്യൂസ് ചെയ്യുന്ന എക്സാമ്പിളാണ് നമ്മളിവിടെ കാണുന്നത്. 3 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, 3 സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. The fusion reaction in sun is a multi-step process in which hydrogen is burned into helium. Hydrogen being the fuel and helium the ashes. സണ്ണിൽ നടക്കുന്നത് ഫ്യൂഷൻ റിയാക്ഷനാണ്. ഹൈഡ്രജൻ ബേൺ ചെയ്ത് ഹീലിയമായി മാറുന്നു. അപ്പോൾ ഹൈഡ്രജൻ ഫ്യൂവലായിട്ടും ഹീലിയം ആഷായിട്ടും തീരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. ഇതിനെ നമ്മൾ പല സൈക്കിൾസായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. Proton cycle by which this occurs is represented by the following steps of reactions. ഈ റിയാക്ഷൻസ് നമുക്ക് കൊടുത്തിട്ടുള്ളത് വാച്ച് ചെയ്യാം. കമ്പൈൻഡ് റിയാക്ഷൻസ് is also given. In sun, it has been going on for about 5 into 10 raised to 9 years. And calculations show that there is enough hydrogen to keep the sun going for about same time to future. അപ്പോൾ 5 into 10 raised to 9 years കൊണ്ടാണ് ഇത്തരം പ്രോസസ്സ് നടക്കുന്നത് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടത്. In about 5 billion years, the sun's core, which by that time will be largely helium, will begin to cool and the sun will start to collapse under its own gravity. അപ്പോൾ നമ്മുടെ ഒരു നിഗമനം അനുസരിച്ച് 5 ബില്യൺ ഇയേഴ്സ് കഴിയുമ്പോൾ ഇതിങ്ങനെ കത്തി ഫ്യൂഷൻ നടന്ന് കത്തി അവസാനം സൺ കൊളാപ്സ് ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. ദിസ് വിൽ റേസ് ദ കോർ ടെമ്പറേച്ചർ ആൻഡ് കോസ് ദ ഔട്ടർ എൻവലപ്പ് ടു എക്സ്പാൻഡ്, ടേണിംഗ് ദ സൺ ഇൻ ടു എ റെഡ് ജൈൻറ്റ്. If the core temperature increases to 10 raised to 8 K again, energy can be produced through fusion once more, this time by burning helium to make carbon. അവസാനം ഇതൊരു കരിക്കട്ടയായി മാറും, അതായത് കാർബണിൻ്റെ ഒരു ഫോമായി മാറുന്നു എന്നാണ് പറയപ്പെടുന്നത്. Now, what is controlled thermonuclear fusion? The first thermonuclear reaction on Earth
occurred at Inuk Atoll on November 1st when USA exploded a fusion device generating energy equivalent to 10 million tons of TNT. ഇപ്പോൾ USA ആണ് 10 million tons of TNTയുടെ എക്സ്പ്ലോഷൻ നടത്തിയിട്ട് ഒരു കൺട്രോൾഡ് തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ നടത്തിയത്. എ സസ്റ്റെയിൻഡ് ആൻഡ് കൺട്രോൾഡ് സോഴ്സ് ഓഫ് ഫ്യൂഷൻ പവർ ഈസ് കൺസിഡറബിളി മോർ ഡിഫിക്കൽട്ട് ടു അച്ചീവ്. ഇത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോസസ്സാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ.